ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് പ്രയോജനമുള്ള ഒരു വീഡിയോ തന്നെയായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ സ്കിപ്പ് ചെയ്ത് പോകാതെ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക, ആദ്യം മുതലേ കാണുക. ഓക്കെ ഫ്രണ്ട്സ്, ഞാൻ നീട്ടി വിടുന്നില്ല എന്താണെന്ന്. അപ്പോൾ നിങ്ങൾ കാണാൻ ആകാംക്ഷയുള്ളവരായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വായോ. അക്സമ്മളുടെ തലയിൽ എണ്ണ തേക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ ദേ നല്ലവണ്ണം ചാരണം പിടിച്ചിട്ടുണ്ട്, കണ്ടോ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ ചാരണം മാറ്റാൻ വേണ്ടിയിട്ട് ഒരു സൂത്രപ്പണി ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മളൊരു ചീപ്പ് എടുത്തിട്ട് ദേ ഇതുപോലെ ഇങ്ങനെ മൂടി ഇങ്ങനെ വകന്ന് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്ക് ഇതേ ചാരണം പൊടിയെന്ന് കാണാം നിങ്ങൾക്ക്. ഉറച്ച് ചെയ്യണ്ട, എന്നാൽ ചിലപ്പോൾ സ്കിൻ അടരാനായിട്ട് സാധ്യതയുണ്ട്. ചെറുതായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. എവിടെയൊക്കെ ഇരിപ്പുണ്ട് കണ്ടോ. അപ്പോൾ തലയിൽ ഫുള്ളായിട്ട് വന്ന് ഇതുപോലെ എവിടെയൊക്കെ ഉണ്ട് അവിടെയൊക്കെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്തിട്ട് വേണ്ടത് ഇവിടെയൊക്കെ ഇരിപ്പുണ്ട് ഉണ്ടോ. ഇടയ്ക്കിടയ്ക്ക് എണ്ണ തയ്ക്കാൻ വേണ്ടി എൻ്റെ കയ്യിൽ കൊണ്ടുതരും തല. അപ്പോഴത്തേക്ക് ഞാൻ നോക്കാറുണ്ട്, അങ്ങനെ കണ്ടുപിടിച്ചതാണ് ഇന്ന്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്കായിട്ട് ഇങ്ങനെ കൊടുക്കാറുണ്ട്. ഇപ്പോൾ കറക്റ്റായിട്ട് ഇപ്പോൾ ചെയ്യൊക്കെയില്ല, അതാണ് ഇപ്പോൾ പണി കിട്ടിയത് എക്സാമൊക്കെ. അപ്പോൾ എന്ന് ഫുള്ളായിട്ട് ഇങ്ങനെ ഒന്ന് റബ്ബ് ചെയ്തിട്ട് മുടിയെ ഫുള്ളായിട്ട് ഇങ്ങനെ ഒന്ന് കുടഞ്ഞു കൊടുക്കുക. അപ്പോൾ അതിൽ തങ്ങി നിൽക്കുന്ന ആ ചാരണം ഫുള്ളായിട്ട് അങ്ങ് കൊഴിഞ്ഞു പൊക്കോളും. അപ്പോൾ എന്താണ് നമ്മൾ തലയിൽ തേക്കാൻ പോകുന്നു എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിനാവശ്യമുള്ള സാധനം എന്ന് പറയുന്നത് ഒരു നാരങ്ങ. പകുതി നാരങ്ങ ആയിരുന്നാലും കുഴപ്പമില്ല, കാരണം അവൾക്ക് ഇത്രയും മുടിയുണ്ട്, ഇത്രയും സ്പേസിൽ ഇങ്ങനെ വ്യാപിച്ചിരിക്കുന്നത് കാരണം നമ്മൾ ഒരു നാരങ്ങ എടുക്കുന്നു. പകുതി നാരങ്ങ ആയിരുന്നാലും മതി. ഇത് നാടൻ മുട്ടയാണ് കേട്ടോ. നാടൻ മുട്ട ഉണ്ടെങ്കിൽ നാടൻ മുട്ട എടുക്കുന്നതാണ് നല്ലത്. നാടൻ മുട്ട ഫുള്ളായിട്ട് വേണ്ട, ഇതിൻ്റെ നമുക്ക് വെള്ള മാത്രം മതി. ഈ മുട്ടയുടെ വെള്ള ഭാഗം മാത്രം നമ്മൾ എടുത്താൽ മതി, മഞ്ഞക്കരു വേണ്ട. അപ്പോൾ അത് നമ്മൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തെടുക്കണം. നാരങ്ങ നീരും മുട്ടയും കൂടെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിങ്ങനെ ഒരു പാത്രത്തിൽ പൊട്ടിച്ചിട്ട് അടിക്കുമ്പോഴത്തേക്ക് അത് നല്ലോണം ഒന്നും കലങ്ങി വരത്തില്ല, ചെറുതായിട്ട് അതിൻ്റെ ആ വിഴുവിഴുപ്പൊക്കെ അതുപോലെ കിടക്കും. അപ്പം ഞാൻ കണ്ടുപിടിച്ച ഒരു എളുപ്പ വഴിയാണ് കേട്ടോ. ചെറിയ ജാർ, നമ്മുടെ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ട് അതിലിട്ട് നമ്മളൊന്ന് അടിച്ചെടുക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് കിട്ടും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് ഞാനിങ്ങനെയാണ് മഞ്ഞക്കരു എടുക്കാറ്. നിങ്ങളെങ്ങനെയാണ് മഞ്ഞക്കരു എടുക്കാറ് എന്ന് എനിക്കറിയില്ല. മഞ്ഞക്കരു നമുക്ക് വേണ്ട. അപ്പോൾ ജാറിൻ്റെ അകത്തിട്ട ചിലപ്പോൾ പൊട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അവനെ മാത്രമായിട്ട് നമുക്കങ്ങനെ ഈ മഞ്ഞക്കരു ഫുള്ളായിട്ട് കിട്ടുന്നുണ്ടോ. ഇതിൽ നല്ല നീരുണ്ട്, അതുകൊണ്ട് പകുതിയാണെങ്കിലും കുഴപ്പമില്ല. ഒരു ജസ്റ്റ് ഒരു ഇത് കൊടുക്കാം, ചെറിയൊരു മതി. നല്ല നീരുണ്ട് കേട്ടോ ഫ്രണ്ട്സ്, വിചാരിച്ചതുപോലെ അല്ല. അപ്പോൾ ഇത് ഞാനൊന്ന് ലൂസാക്കിയിട്ട് വരാം. മിക്സിയുടെ ജാറിലിട്ടൊന്ന് സ്ക്രാച്ച് ചെയ്തിട്ട്. ഇതേ ഫ്രണ്ട്സ്, ഞാൻ മുട്ടയുടെ വെള്ളയും നാരങ്ങ നീരും കൂടെ മിക്സ് ചെയ്തത് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുണ്ടോ, ഇതിൽ ഒരു കട്ടക്കട്ടയായിട്ടും കിടക്കുന്നില്ല, കിളുകളാണെന്നൊന്നും കിടക്കുന്നില്ലല്ലോ. മറ്റേ നമ്മൾ എത്ര തന്നെ സ്പൂണിൽ അടിച്ചാലും അതിങ്ങനെ ഇത്രയും ഇങ്ങനെ വെള്ളമായിട്ട് വരത്തില്ല. ഇതാണ് നല്ല ഈസി ആയിട്ട് നമുക്ക് തേക്കാനും എളുപ്പം. തലയിലൊന്നും അവിടെ ആയിട്ട് സെറ്റായിട്ട് ഇരിക്കുകയില്ല. മറ്റേ മുട്ടയുടെ വെള്ളയുടെ ഇത് കട്ടയായിട്ട് കിടന്നു കഴിഞ്ഞാൽ മുടിയിൽ അത് സെറ്റായിട്ട് നല്ല ഉണങ്ങി വരുമ്പോഴത്തേക്കും ഭയങ്കര ഒരു ഇതായിരിക്കും. മറ്റേത് ഇത് ഫുള്ളായിട്ട് നമുക്ക് അങ്ങ് വാഷ് ചെയ്ത് കളയാനായിട്ട് പറ്റും. ഓക്കെ ഫ്രണ്ട്സ്, നമുക്കിതൊന്ന് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഇങ്ങനെ നമ്മളിങ്ങനെ സ്കാൽപ്പ് കാണത്തക്ക രീതിയിൽ ഇങ്ങനെ നമ്മളിങ്ങനെ നല്ലവണ്ണം ഇങ്ങനെ വകന്ന് വച്ചിട്ട് ഞാനിവിടെ ഇപ്പുറത്ത് മോളുടെ കയ്യിലാണ് കൊടുത്തിരിക്കുന്നത്, സ്റ്റാൻഡിന് വരാം. അവൾ പിടിച്ചിട്ടുണ്ട്. ഇതിങ്ങനെ എടുക്കുക. നമ്മൾ ബ്രഷിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതുണ്ടോ, നല്ലവണ്ണം അത് സ്കാൽപ്പിലായിട്ടുണ്ട് കണ്ടോ. അതുപോലെ കുറേശ്ശെ ഇങ്ങനെ എടുക്കുക, തേക്കുക, നല്ലവണ്ണം ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. ഉണ്ടോ, ഫുള്ളായിട്ട്. ചെറിയൊരു സ്മെല്ല് കാണും, ഉണങ്ങി വരുന്ന സമയത്ത് ഒരു സ്മെല്ല് കാണും. ഷാമ്പു ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നല്ലവണ്ണം തല ഒന്ന് തിരുമ്മി ഒന്ന് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോഴത്തേക്ക് ആ സ്മെല്ലൊന്നും കാണത്തില്ല കേട്ടോ ഫ്രണ്ട്സ്. ഷാമ്പു യൂസ് ചെയ്യേണ്ട യാതൊരു കാരണവശാലും നിങ്ങൾ ഷാമ്പു യൂസ് ചെയ്യണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം.
ഞാൻ കുറേ കാലമായിട്ട് ഇത് തേക്കാറുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ നല്ലോണം അടിച്ചെടുക്കുന്നത് കാരണം, മിക്സിയുടെ ജാറിൽ ഇങ്ങനെ അടിച്ചെടുക്കുന്ന കാരണം നല്ലോണം ഇങ്ങനെ സെറ്റായി കിട്ടും. അതൊന്നും അങ്ങനെ സ്മെല്ല് ഉണ്ടാവാറില്ല. നല്ലവണ്ണം തിരുമ്മി കഴുകിയില്ലെങ്കിൽ സ്മെല്ലുണ്ടാവും. അപ്പോൾ താരന് ഇത് ആഴ്ചയിൽ 2 ദിവസമായിട്ട് ഇങ്ങനെ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ താരൻ പോയി കഴിഞ്ഞിട്ട് നമുക്ക് മാസത്തിൽ ഒരു ദിവസമോ, ആദ്യം ആഴ്ചയിൽ 2 ദിവസം ഉപയോഗിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് റിസൾട്ട് അറിയാൻ പറ്റും കേട്ടോ. ആ ചൊറിച്ചിൽ കാണത്തില്ല. ചാരം നമ്മൾ സ്കാൽപ്പെടുത്ത് നോക്കുകയാണെങ്കിൽ കാണാൻ കിട്ടത്തില്ല. അപ്പോൾ ആഴ്ചയിൽ നമ്മൾ ആദ്യം നല്ല താരണം ഉണ്ടെങ്കിൽ 2 പ്രാവശ്യം ആഴ്ചയിൽ 2 ദിവസം യൂസ് ചെയ്യണം ഇതുപോലെ. എന്നിട്ട് പിന്നെ അത് കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റുമല്ലോ നമ്മുടെ സ്കാൽപ്പിൽ നിന്ന് അതെല്ലാം പോയിന്ന്. അപ്പോൾ നമ്മൾ ആഴ്ചയിൽ 1 പ്രാവശ്യം ആക്കുക. അങ്ങനെ ആക്കി പിന്നെ മാസത്തിൽ 1 പ്രാവശ്യം ആക്കി വരുമ്പോഴത്തേക്ക് പൂർണ്ണമായിട്ടും താരന് നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഫ്രണ്ട്സ്, നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഏറ്റവും നല്ലതാണ് നമ്മുടെ മുട്ടയുടെ വെള്ളക്കരു കേട്ടോ. അപ്പോൾ മുടിയുടെ വളർച്ചയ്ക്ക് നല്ലതാണ്. അതുകൊണ്ട് ആരും സ്മെല്ലാണെന്നൊക്കെ കരുതി തേക്കാതിരിക്കരുത്. ഷാമ്പൂ ഒക്കെ വാങ്ങി ഉപയോഗിക്കുന്നതിനേക്കാളും ഇത് നാച്ചുറലായിട്ടുള്ളതല്ലേ, നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന നാരങ്ങ മാത്രം. അപ്പോൾ നമ്മുടെ മോൾക്ക് മാത്രമല്ല മോനും യൂസ് ചെയ്യാം. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും യൂസ് ചെയ്യാം. അപ്പോൾ സ്ത്രീകൾക്ക് മാത്രമാണോ യൂസ് ചെയ്യുന്നത്, ചിലപ്പം പുരുഷന്മാരാണ് കാണുന്നതെങ്കിൽ ഡൗട്ട് വരും. അപ്പോൾ ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ വകുന്ന് വെച്ച് നോക്കുക, എവിടെയെങ്കിലും ഉണ്ടോ തേക്കാത്തടം ഉണ്ടെങ്കിൽ അവിടെ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുക. ചിലവർക്ക് ഒരു ഭാഗത്തായിട്ട് മാത്രമേ കാണത്തുള്ളൂ, അത് സ്പ്രെഡ് ആവത്തില്ല. ഇത് നമ്മൾ കറക്റ്റ് കണ്ടുപിടിച്ചില്ല എന്നുണ്ടെങ്കിൽ തല മൊത്തം സ്പ്രെഡായി നമ്മുടെ മുടി എല്ലാം കൊഴിഞ്ഞു പോകാൻ ഇതൊരു കാരണമായിട്ട് മാറും കേട്ടോ. അപ്പോൾ അത് സ്പ്രെഡ് ആവാതിരിക്കാൻ ഇതേ ഒരു വഴിയുള്ളൂ. ഷാമ്പൂ ഒക്കെ വാങ്ങി യൂസ് ചെയ്യുന്നതിനേക്കാളും നല്ലതാണ് നമ്മുടെ ഈ വീട്ടിൽ തന്നെയുള്ള നാടൻ മുട്ടയും. നാടൻ മുട്ട ഇപ്പോൾ കിട്ടാത്തവർക്ക് കടയിൽ നിന്ന് വാങ്ങുന്നത് വാങ്ങാം കേട്ടോ, കുഴപ്പമില്ല. ഞാനിപ്പോൾ തല മൊത്തത്തിൽ ഇപ്പോൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കാര്യമാക്കണ്ട. എന്തായിരുന്നാലും മുട്ട നിങ്ങൾക്കറിയാമല്ലോ സ്മെല്ലാണെന്ന്. ഇപ്പോൾ തേച്ച് കൊടുത്തപ്പോൾ തന്നെ അവിടെ എങ്ങും കാണാനില്ല. അപ്പോൾ തേച്ചതിന് ശേഷം ഇങ്ങനെ ഒന്ന് തിരുമ്മി കൊടുക്കണം. നമ്മുടെ നഖം വച്ചിട്ടല്ല തിരുമ്മേണ്ടത്. ഈ ഭാഗമല്ലേ നമ്മുടെ വിരലിൻ്റെ ഈ ഭാഗം വച്ചിട്ട് പ്രസ്. യാതൊരു കാരണവശാലും നിങ്ങൾ നഖം വച്ചിട്ട് ഇതേപോലെ ഒന്ന് മസാജ് ചെയ്യരുത്. മസാജ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഈ മാതിരി ചെയ്യാണ്ട. നമ്മുടെ ഇങ്ങനെ മുടിക്കകത്തേക്ക് ഇങ്ങനെ വിരൽ കയറ്റിയിട്ട് ഇങ്ങനെ ക്ലോക്ക് വൈസ് അങ്ങോട്ട് ചെയ്യുക. അപ്പോൾ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കിട്ടും, നല്ലൊരു മസാജിങ് കിട്ടും കേട്ടോ. തിരിച്ചതുപോലെ ആക്കി കൊടുക്കുക. ആളിപ്പോൾ വേണമെങ്കിൽ ഇവിടെ ഇരുന്ന് ഉറങ്ങും. കുറച്ച് സമയം കൊണ്ടേ പറയാണ്, അമ്മ ഇരിക്കുക, അമ്മയുടെ മടിയിലൊന്ന് കിടക്കട്ടെ എന്ന്. എന്തിനാ ഉറങ്ങാനാ? ഫ്രണ്ട്സ്, നമ്മുടെ അക്സമോള് ഇവിടെ കുളി കഴിഞ്ഞെത്തിയിട്ടുണ്ട്. വേണ്ട സ്കാൽപ്പ് നിങ്ങൾക്ക് നല്ലവണ്ണം കാണാൻ പറ്റുന്നല്ലോ. വേണ്ട ഇപ്പോൾ നേരത്തെ വീഡിയോ എടുക്കാനായിട്ട് ആളുണ്ടായിരുന്നു. ഇപ്പോൾ വീഡിയോ എടുക്കാൻ വേറെ ആരുമില്ല, ഞാൻ തന്നെ എടുക്കണം. വേണ്ട നേരത്തെ താരനുണ്ടായിരുന്ന ഭാഗത്ത് ഇപ്പോൾ താരം കാണുന്നില്ല കേട്ടോ. പക്ഷേ അത് 1-2 ദിവസം കഴിയുമ്പോൾ ചിലപ്പം വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ആഴ്ചയിൽ 2 ദിവസം, അത് 7 ദിവസം എന്നുള്ളത് നിങ്ങളൊരു കണക്കാക്കി 2 പ്രാവശ്യമായിട്ട് തേക്കുക. ഒരാഴ്ചയിൽ 2 പ്രാവശ്യം, 2 ദിവസമായിട്ട്. ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ എക്സാമ്പിൾ കുളിച്ച് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ.